ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിത് ഒരു ഹോട്ടലിൻ്റെ മുന്നിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എനിക്ക് അത് കാണിക്കണം വീഡിയോ ചെയ്യുന്നതിന്. അപ്പോൾ അതല്ല, ഒരു ചെറിയ സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റഡി ട്രിപ്പാണ്. അപ്പം നമ്മളെന്തായാലും ആ സ്കൂളിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട് സമയം. ഓക്കെ, വളരെ ചെറിയൊരു ഇതാണ്. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് പാസഞ്ചേഴ്സിനെ എല്ലാം പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ കിളിയണ്ണൻ നമ്മളെ ദുബായിലേക്ക് പോയിട്ടുണ്ട്, കിളിയണ്ണൻ. ഓക്കെ, അപ്പോൾ അവന് ഈ ഇടയ്ക്ക് വിസ സെറ്റായി അവനങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിരിച്ചു വരും, ഉടനെ തന്നെ തിരിച്ചു വരും. ഇതൊരു ട്രയലായിട്ട് പോയതാണ്. അവൻ്റെ ഫ്രണ്ട് എങ്ങാണ്ട് പറഞ്ഞ് സെറ്റാക്കി ഒരു ട്രയലായിട്ട് പോയതാണ് ഒരു ജോലി. അയ്യോ, ഇപ്പോൾ നമ്മൾ ഇടിച്ച് കയറ്റിയത് നമ്മളെ വെച്ചുകൊണ്ട് ട്രെയിൻ പോയേനെ. ഇപ്പോൾ പപ്പടം ആക്കിക്കൊണ്ട് ട്രെയിൻ പോയേനെ, കാരണം നമ്മൾ സ്പീഡിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിനൊക്കെ ഇത്രയേ ഉള്ളൂ ട്രെയിൻ. ഓക്കെ, ഇപ്പോൾ ലിപ്പ് തട്ടുമോയെന്ന് അറിയത്തില്ല. ഓക്കെ, തട്ടത്തില്ല. അപ്പോൾ എന്തായാലും അവൻ ദുബായിലേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രയലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനവിടെ സെറ്റാകത്തില്ല, അത് പറ്റത്തില്ല, അവൻ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ, അതായത് പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാറ്, കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയോണ്ടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നമ്മളൊരാഴ്ച എല്ലാ ഞായറാഴ്ചയും വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഞായറാഴ്ച തിങ്കളാഴ്ച വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ വെച്ച് ഇടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ് ഗൈസ്. ഓക്കെ, ഒന്നും അല്ല, ഇപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മഴയൊക്കെ പെയ്യും. അപ്പോൾ അതെ, ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക്, എനിക്ക് തോന്നുന്നു അതെ ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, ഈ വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കുന്നുണ്ടോ? ഇവിടെ ഒരു മറ്റേ അടയ്ക്കാനുള്ളൊരു ഗേറ്റൊന്നും വെച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും വെച്ചില്ല. ചില വണ്ടികളൊക്കെ പാലത്തെ കയറി കുടുങ്ങിപ്പോയാൽ പണിയാവും. പക്ഷെ ചെറിയൊരു സെറ്റപ്പിൽ അവന്മാർ ചെയ്യണം. ഓക്കെ, നമ്മൾ വെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതേണ്ട മഴയും തുടങ്ങി. ഓക്കെ, എന്തായാലും ഇവിടാണ് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്ന സ്ഥലം. നമ്മളൊരു പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. അപ്പോൾ എന്തായാലും മഴയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവരെല്ലാം നനഞ്ഞ് കയറി വരണം. ഇതേ കണ്ടില്ല, എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട് ടീച്ചർമാരും എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നൊറ്റ ദിവസമേ ഉള്ളൂ സ്റ്റഡി ട്രിപ്പും കാര്യങ്ങളൊക്കെ. നേരെ അവിടെ പോവാം. കുറച്ച് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാളെ തിരിച്ചിങ്ങ് പോരും. ഒരു 1 ഡേ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. നാളെ രാവിലെ ഇങ്ങ് തിരിച്ച് വരും ഗൈസ് എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. 2 അക്കൗണ്ടേ ഉള്ളൂ, നമ്മുടെ ട്രാവൽ ഹബിൻ്റെയും അതുപോലെ നമ്മുടെ ചാനലിൻ്റെയും ഇൻസ്റ്റ ID ആണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ആക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്, കാരണം നിങ്ങൾ സഹായിച്ച് നമ്മളൊരു 1K അടിച്ചിട്ടുണ്ട്, വളരെ നന്ദിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 10K ഒക്കെ അടിക്കണം. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും നല്ല മഴയാണ് ഗൈസ്, നല്ല മഴ. നമ്മൾ വൈപ്പറൊക്കെ ഇട്ട് പറന്നടിച്ച് പോവുകയാണ്, നല്ല മഴയാണ്. ഓക്കെ, ഇവനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് നമുക്കങ്ങ് പോവാം. ഓക്കെ, ഈ കൂളിംഗ് ഒട്ടിച്ചുകൊണ്ട് നല്ല സീനാണ് ഗൈസ് നൈറ്റിലൊക്കെ വണ്ടി ഓടിക്കാനായിട്ട്. ഓക്കെ, നല്ലൊരു ലുക്കാണ് വെളിയിലൊക്കെ നിൽക്കുമ്പം, പക്ഷേ ഭയങ്കര അപകടം ഉണ്ടാകാനും ചാൻസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പെട്രോൾ പമ്പൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇടിച്ചേനെ ഒരു സ്ലീപ്പറിൻ്റെ ബാക്കിൽ. അപ്പോൾ അതേ പെട്രോൾ പമ്പൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ കുടിപ്പിച്ചിട്ടാണ് ഇവനെ ഫസ്റ്റ് ട്രിപ്പിന് ഇറക്കിയത്. അവിടെ കന്നി ഓട്ടമാണ്, അതുകൊണ്ട് അപ്പം ഫസ്റ്റിലെ ട്രിപ്പ് തന്നെ വഴിയിലൊന്നും കിടക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. കുറച്ച് നേരം മഴയൊന്ന് നിന്നു, അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടെ നമ്മൾ കുറേ വട്ടം ഈ ഒരു വഴി കൂടെ നമ്മൾ വന്നിട്ടുണ്ട്. കുറേ വട്ടം നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം കുറേ വട്ടം നമ്മൾ ഈ ഒരു വഴി കൂടെ വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ നരസിംഹൻ്റെ ഫ്രണ്ട് കൗള് ഒരു ഇന്നോവക്കാരൻ ഇടിച്ചിളക്കിയതുമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, പോയി കാണുക, നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നോവ വന്ന് നമ്മുടെ നരസിംഹൻ്റെ ഫ്രണ്ട് കൗളിൻ്റെ ഒരു സൈഡ് ഇടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതുകൊണ്ട് ഇവിടെ ഓവർടേക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റും. അന്ന് പിന്നെ മഴയില്ലായിരുന്നു, അന്നേരമാണ് അത്രയും വലിയ സീനുണ്ടായത്. അപ്പോൾ ഈ മഴയും കൂടെ ആകുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ചേ. നമ്മുടെ വണ്ടി നല്ല കരിക്കട്ട പോലെ കറുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കഴുകാതെ അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
അപ്പോൾ കഴുകാതെ അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല. അതേ കരിക്കട്ട പോലെ ബാക്കിലുള്ള ആ ഒരു ഷേപ്പ്, ആ ഒരു പടവും കാര്യങ്ങളൊക്കെ ഫുള്ള് ബ്ലാക്ക് കളറായി വണ്ടി. അവിടെ നിന്ന് എടുത്തപ്പോൾ അതുപോലെ അല്ല ഗൈസ്. ഓക്കെ, ഇത് സൈഡൊക്കെ കാണണം, ഫുള്ള് കരിക്കട്ട പോലെ ആയിട്ടുണ്ട്. വെള്ള വണ്ടിയായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാമായിരുന്നു എത്ര ഇത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, എന്തായാലും അവിടെ ചെന്നിട്ട് വണ്ടി കഴുകിയിട്ടേ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇടത്തുള്ളൂ. മഴയായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത്രയൊന്നും വരത്തില്ല. ഓക്കെ, എന്നാലും വരും കേട്ടോ, പൊടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരും, പക്ഷേ ഇത്രയും വരത്തില്ല. ഇപ്പം മഴയായതുകൊണ്ടാണ്. ഇത് മഴയൊക്കെ മാറി വെയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും സൈഡിൽ ഫുള്ള് ഇത് ഇങ്ങനെ ചള്ളയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നല്ല സീനാണ്. അപ്പോൾ ഈ വഴി കൂടെ നമ്മൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഇവിടെ ചുരമൊക്കെയാണ്. ഓക്കെ, ഈ ഒരു വളവിന് നമുക്ക് ഓവർടേക്ക് ചെയ്യണം. ഓക്കെ, പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കാം. ഇനി എപ്പോഴാണ് വണ്ടി വരുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, അവിടെ ചുരം വരുന്നുണ്ട്, ഓവർടേക്ക് ചെയ്യണ്ട. അവിടെ നിന്ന് ഇനി വളച്ചിടിച്ച് കയറ്റാൻ നേരത്ത് ഭയങ്കര സീനായിരിക്കും. ഒന്നാമത് ലോഡ് വെച്ചോണ്ടാണ് പോകുന്നത്, അത്രയും പിള്ളേരൊക്കെ അകത്തിരിപ്പുണ്ട്. ഓക്കെ കയറ്റം വലിച്ചോളും നൈസായിട്ട്. നമ്മൾ സ്റ്റിയറിങ് ഇച്ചിരി പാടാണ്. ഓക്കെ വണ്ടി നിന്ന് ഗൈസ്, നിന്നാൽ ഇച്ചിരി പാടാണ് കയറാനായിട്ട്. ഓക്കെ പോട്ടെ. ഓക്കെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, അതായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും മുന്നിലോട്ട് കയറ്റി. ഓക്കെ, അങ്ങനെ എടുത്തപ്പോഴാണ് റെഡി ആയത്. സൈഡ് തട്ടിയോ? തട്ടി കാണത്തില്ല അല്ലേ? ഓക്കെ, അങ്ങനെ ഒരുവിധം നമ്മൾ ഒടിച്ചിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇടുക്കിയിലോട്ടാണ് നമ്മുടെ ആ ഒരു സ്റ്റഡി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇടുക്കിയിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഇടുക്കിയിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരു 10:30 ആയിട്ടുണ്ട്. എന്തായാലും ഒരു 1 മണി 2 മണി ആ ഒരു ടൈം കൊണ്ട് നമ്മളവിടെ എത്തും. അപ്പോൾ എന്തായാലും ഇടുക്കിയിലാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടുക്കിയിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ജനലും വിൻഡോയും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് AC ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. AC ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. നമ്മുടെ AC എല്ലാം വെളിയിൽ കൂടെ പോകും. അത് കിളി ഉണ്ടായിരുന്നേ അവൻ ചെന്ന് നോക്കിയെല്ലാം ഓഫ് ചെയ്ത് വെച്ചേനെ. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഡ്രൈവർമാരൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. നമ്മുടെ ഡ്രൈവർമാരൊക്കെ ട്രിപ്പിന് പോയി. നമ്മുടെ ക്ലീനർമാർ കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ വരാമെന്ന് പറഞ്ഞാണ്. ഞാനാണ് പറഞ്ഞത് വേണ്ടാന്ന്. കാരണം ഈ ഒരു ചെറിയ ട്രിപ്പിനൊക്കെ അവന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെറുതെ എന്തിനാ, അതാണ്. പക്ഷേ ഇപ്പോഴാണ് അവന്മാരുടെ ഇത് അറിയുന്നത്. ഓക്കെ, അവന്മാരുണ്ടായിരുന്നെങ്കിൽ അവന്മാരെ ഒരുത്തനെ വിട്ടങ്ങ് AC ഓഫാക്കുകയോ അല്ലെങ്കിൽ ജനൽ അടപ്പിക്കുകയോ ചെയ്യാമായിരുന്നു. ഇപ്പം എന്നാ ചെയ്യാനാ? ഇവിടെ നിന്നാണെങ്കിൽ വിളിച്ചു പോകാനും പറ്റത്തില്ല, ആരും കേൾക്കത്തുമില്ല. പിന്നെ നമ്മുടെ ഈ ഡോറും അടച്ചിട്ടേക്കുക, അത് തുറക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി ചെല്ലണം. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോയാൽ അറിയാമല്ലോ, വണ്ടി ആ കൊക്കെ കിടക്കും. പിന്നെ നമ്മൾ ജനൽ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ നമ്മുടെ ഡീസൽ 18 ലിറ്റർ ആയിട്ടുണ്ട്. നല്ല ശോകമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ കുറേ കയറ്റമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ചുരം കാണിച്ചില്ല, അതുപോലൊരു 5-6 ചുരം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടൊക്കെ ഇത്രയും ലോഡ് വെച്ച് കയറ്റം വലിച്ചപ്പം ഒരു 3-4 ലിറ്റർ വെച്ച് അടുപ്പിച്ച് തീർന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതാണ്. അല്ലെങ്കിൽ ഇത്രയും ഡീസൽ ചിലവ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നോവ നമ്മുടെ കിളിയണ്ണൻ്റെ വീട്ടിലാണ്. കാരണം അവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ നമ്മളാണ് പോയത്. എന്നിട്ട് നേരെ അവൻ്റെ വീട്, നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ അവൻ കീയൊക്കെ തന്നായിരുന്നു. നമ്മൾ അവൻ്റെ വീട്ടിൽ കയറി കുറച്ച് നേരം ഉറങ്ങി. കാരണം അത്രയും നേരം ഉറങ്ങാതിരുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഷോറൂമിലോട്ട് ഒരു വണ്ടി ഉണ്ടെന്ന് കേട്ടത്. അപ്പോൾ നമ്മൾ നേരെ ബസ് പിടിച്ചങ്ങ് പോയി വണ്ടി എടുത്തുകൊണ്ടിങ്ങ് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്നോവ കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ ആരും ഇല്ലല്ലോ, അതാണ് അങ്ങനെ പോയത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മുടെ ഹോട്ടലിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി കാണിക്കുക. ഇല്ലേ പിന്നെ ക്യാമറയ്ക്കകത്ത് മൊത്തം വെള്ളം കയറും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബസ് അവിടെ കുത്തി കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോട്ടലും കാര്യങ്ങളൊക്കെ. എല്ലാവരും അകത്ത് കയറി പോയിട്ടുണ്ട്. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുവാണ്. എന്തായാലും ഒരു 1:30 അപ്പോൾ നമ്മളിവിടെ എത്തി. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടാണ് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് കഴിഞ്ഞ് ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നാളെ ഇവിടുന്ന് തിരിച്ച് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി കുത്തി കയറ്റിയിട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് മഴയായിരുന്നല്ലോ. അപ്പം ഇവരുടെ വണ്ടി ഒരു ലോറിയാണ്, ഇത് ഇറക്കിയിട്ടു. കണ്ടില്ലേ, നമ്മൾ ഇച്ചിരി കൂടെ അടുപ്പിക്കായിരുന്നു, പക്ഷെ നമ്മൾ അടുപ്പിച്ചില്ല. കാരണം ഒന്നാമത് സൈഡ് പറയാൻ കിളിയില്ല. പിന്നെ ഇച്ചിരി കൂടെ അടുപ്പിച്ച സീനാണ്. ബാക്കിൽ ജസ്റ്റ് ഒന്ന് അനങ്ങി എല്ലാം കൂടെ തട്ടിമറിഞ്ഞ് വീണാൽ നമ്മുടെ വണ്ടിക്കാണ് പണി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അപ്പം ബൈ.